കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഈ ശശി തരൂരിൻ്റെ അഭിമുഖം ഇന്നിപ്പോൾ വാർത്തയായി വന്നിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് അതിനെ നയിക്കാൻ അനുയോജ്യരായ നേതാക്കളില്ല എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതേ നില തുടർന്നാൽ LDF വീണ്ടും അധികാരത്തിലേക്ക് വരാൻ സാധിക്കുന്ന സാഹചര്യമാണുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ശരിയായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന കാര്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നേതൃത്വം വരെയുള്ള ശശി തരൂരിനെ പോലുള്ളവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഈ രാജ്യവും ലോകവും ഗൗരവത്തോടെ കണ്ടിട്ടുള്ളത്. വളരെ വ്യക്തതയോടുകൂടി ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 1.5 ലക്ഷം കോടി രൂപയുടെ പുതിയ നിക്ഷേപമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അത് പുതിയ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിച്ചുകൊണ്ട് തന്നെ ആളോഹരി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഒരു 10-20 വർഷക്കാലം കൊണ്ട് കേരളത്തെ എത്തിക്കാനാവും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ആ തലത്തിലേക്ക് കേരളത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് മറികടക്കാനാവില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് തികച്ചും ശരിയായ കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിലൊക്കെ ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. അതെല്ലാം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്.